ഹോർമൂസ് കടലിടുക്കിന് അടുത്ത് ഗൾഫ് ഓഫ് ഒമാൻ സമുദ്ര മേഖലയിലാണ് സംഭവം. കപ്പലിൽ നിന്ന് ഭീഷണി സ്വരത്തിലുള്ള ചില മുന്നറിയിപ്പുകളും വന്നു. എന്തിനാണ് അമേരിക്കൻ കപ്പൽ ഇവിടേക്ക് വന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ മേഖല കേന്ദ്രീകരിച്ച് പുതിയ നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്ന അഭ്യൂഹവും ശക്തമാണ്. അതേസമയം തികച്ചും പ്രൊഫഷണലായ സംഭാഷണം മാത്രമാണ് നടന്നത് എന്നാണ് അമേരിക്കൻ നാവികസേന ഇതിനോട് പ്രതികരിക്കുന്നത്. അമേരിക്കയുടെ നാവിക ദൗത്യത്തെ ഇറാന് ഒരു തരത്തിലും ഇടപെടാൻ കഴിഞ്ഞില്ല എന്നും അമേരിക്കൻ നാവികസേന അവകാശപ്പെടുന്നുണ്ട്. തങ്ങളുടെ മുഴുവൻ ഇടപെടലും, അതായത് ഈ കപ്പൽ ഉണ്ടായിരുന്നത് അന്താരാഷ്ട്ര സമുദ്രപാതയിൽ തന്നെയായിരുന്നു എന്നാണ് ഈ അമേരിക്കൻ നാവികസേന പ്രതികരിക്കുന്നത്. സമുദ്രാതിർത്തി ലംഘിച്ചിട്ടില്ല എന്നും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു അമേരിക്കൻ പ്രതിരോധ ഉദ്യോഗസ്ഥൻ റോയിറ്റേഴ്സ് വാർത്താ ഏജൻസിയോട് വ്യക്തമാക്കി. അതായത് എന്തോ ഒരു ദൗത്യം മുൻനിർത്തി തന്നെയാണ് കപ്പൽ അവിടെ വന്നത് എന്ന് അമേരിക്കൻ നാവികസേന അംഗീകരിക്കുന്നു എന്ന് നമ്മൾ ഇതിനെ മനസ്സിലാക്കണം. പക്ഷേ അത് അത്ര ഗൗരവമുള്ള സംഭവമല്ല എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അതായത് അമേരിക്കൻ യുദ്ധക്കപ്പലിന്റെ ദൗത്യം പാളിയോ എന്നുള്ള ഒരു സൂചന അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം ഉയർത്തുന്നതാണ് അവരുടെ ഈ ഒരു സമീപനം.